കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയെ പിടിച്ചുലച്ച സ്വർണ്ണക്കൊള്ള കേസ് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയുടെയും ഭരണ സംവിധാനങ്ങളുടെയും വിശ്വസ്തതയെ കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. ദ്വാരപാലക ശില്പപാളികളിലെയും കട്ടിളപ്പടികളിലെയും സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നെത്തോലി സന്ദേശം മുതൽ 2 കിലോ സ്വർണത്തിന്റെ തിരോധാനം വരെ നീളുന്ന ഈ കേസ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും പങ്കിനെക്കുറിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. കേസിലെ മുഖ്യപ്രതിയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് മാധ്യമങ്ങളിലൂടെ നൽകിയ എന്റെ കക്ഷി നെത്തോലി മാത്രം എന്ന ഒറ്റവരി സന്ദേശം കേസിന്റെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ച് നിയമ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊള്ളയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ്. പിന്നിൽ വലിയ സ്വാധീനമുള്ള സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ അഥവാ സ്രാവുകൾ ഉണ്ടെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ഈ പരസ്യമായ സൂചന യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പോലീസിന്റെ ബാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കോടതി നടപടികൾ പൂർത്തിയാക്കി പോലീസ് ജീപ്പിൽ കയറ്റുമ്പോൾ പോറ്റി വിളിച്ചു പറഞ്ഞ എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന ഭീഷണിയും ഈ നെത്തോലി സിദ്ധാന്തത്തിന് ബലം നൽകുന്നു. കേസിൽ പോറ്റിയെ മാത്രം പ്രതിയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പങ്കാളികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണിത്. തന്നെ ഒറ്റപ്പെടുത്തിയാൽ തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി എല്ലാവരെയും കൊടുക്കാൻ താൻ മടിക്കില്ലെന്ന സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പോറ്റി നൽകുന്നത്. ഈ പരസ്യ പ്രഖ്യാപനം കേസിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ഉന്നതരെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിട്ടുമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ദേവസ്വം ഭരണത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം ഒരാളുടെ മോഷണമായിരുന്നില്ല, മറിച്ച് വൻ ഗൂഢാലോചനയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സ്ഥാപിക്കുന്നുമുണ്ട്. പ്രതിപട്ടികയിൽ 2 മുതൽ 10 വരെയുള്ള പ്രതികളായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയാണ് ചേർത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയും പുറത്തുവരുന്നു. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ ലാഭം ലക്ഷ്യമിട്ട് പ്രതിയുമായി ചേർന്ന് ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചു എന്നാണ് പ്രധാന ആരോപണം. സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് രേഖയുണ്ടാക്കി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് സ്വർണം തട്ടിയെടുത്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ദേവസ്വം ഉന്നതർ പോറ്റിയെ സഹായിച്ചുവെന്ന മൊഴി ബോർഡ് തലപ്പത്ത് നടന്ന ഗുരുതരമായ ചട്ടലംഘനവും അഴിമതിയും സ്ഥിരീകരിക്കുന്നു. 2004 മുതൽ 2008 വരെ ശബരിമലയിൽ പരികർമ്മിയായി ജോലി ചെയ്തിരുന്ന പോറ്റിക്കും ശ്രീകോവിൽ മേൽക്കൂരയിലും ചുറ്റുഭാഗത്തും 1998 സ്വർണം പതിച്ചതിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ക്ഷേത്ര സംവിധാനങ്ങളെ കുറിച്ചുള്ള ഈ അറിവ് കൊള്ളയ്ക്ക് കൃത്യമായി പദ്ധതിയിടാൻ പോറ്റിയെ സഹായിച്ചു. കേവലം ആരാധന വസ്തുക്കൾ മോഷ്ടിച്ചു എന്നതിലുപരി ഭക്തരുടെ വിശ്വാസത്തിൽ നടന്ന വൻ കൊള്ളയാണിത്. ദ്വാരപാലക പാളികൾ സ്ഥിരീകരിച്ചപ്പോൾ 2 കിലോയോളം സ്വർണം പതിച്ചിരുന്ന സ്ഥാനത്ത് പൂശിയത് 394.900 ഗ്രാം സ്വർണം മാത്രമാണ്. അതായത് ഏകദേശം 2 കിലോയോളം സ്വർണം ഇനിയും കടമെടുക്കാനുണ്ട്. പാളികൾ സ്വർണം പൂശുന്നതായി വിവിധ സ്പോൺസർമാരിൽ നിന്നും വലിയ അളവിൽ സ്വർണം പോറ്റി വാങ്ങിയിരുന്നു. ഇത് മുഴുവനായി ഉപയോഗിക്കാതെ പോറ്റി തട്ടിയെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിലെ വമ്പൻ സ്വർണ്ണ കടമുതലാളികൾ ഉൾപ്പെടെയുള്ള ഭക്തർക്കാണ് പോറ്റി പണം നൽകിയത്. സ്വർണത്തിന്റെ ബാക്കി ഭാഗം കണ്ടെടുക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷക സംഘം കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. ഈ യാത്രയുടെ ഭാഗമായി പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുള്ള ബംഗളൂരിലെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യം, ഹൈദരാബാദിലെ നാഗേഷ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തും. കൂടാതെ ബെല്ലാരിയിലെ വ്യവസായി വിനോദ് ജെയിൻ, അജികുമാർ എന്നിവരുടെ വീടുകളിൽ നടൻ ജയറാമിന്റെ വീട്ടിലും അന്വേഷണ സംഘം എത്തും. ഈ ബന്ധങ്ങളുടെ എല്ലാം പങ്ക് അന്വേഷണം വിലയിരുത്തുകയും ചെയ്യും. സ്വർണം വേർതിരിച്ച് നൽകിയതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന പോറ്റിയുടെ മൊഴി ഈ കേസിൽ തമിഴ്നാട്ടിൽ ഒരു സ്ഥാപനം വഹിച്ച നിർണായക പങ്കിനെ കുറിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോറ്റിയെ അതിവേഗം കസ്റ്റഡിയിൽ എടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് SP ശശിധരൻ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഇത് കേസിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം അന്വേഷണത്തിന്റെ വേഗതയ്ക്ക് കാരണമായതും ഈ നീക്കമാണ്. റാന്നി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 6 ആഴ്ചയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. 2016 മുതലാണ് പോറ്റി ശബരിമലയിൽ സ്പോൺസറായി വിലസിയതും ഈ ഇടപാടുകൾ നടന്നതും. ഇടതു സർക്കാരിന്റെ കാലത്താണ് പോറ്റിക്ക് ഇത്രയും അധികം സ്വാധീനം ലഭിച്ചതെന്നതിനാൽ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി പോറ്റിക്കുണ്ടായിരുന്ന ബന്ധം രാഷ്ട്രീയമായി വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു. ഉന്നതരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഭരണകക്ഷിക്കും വലിയ തലവേദന സൃഷ്ടിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആത്മീയ കേന്ദ്രങ്ങളുടെ ഭരണരംഗത്ത് നിലനിൽക്കുന്ന അഴിമതിയുടെയും രാഷ്ട്രീയ ഇടപെടലുകളുടെയും ആഴം വെളിപ്പെടുത്തുന്നു. നെത്തോലി സിദ്ധാന്തം വ്യക്തമാക്കുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കുറ്റകൃത്യത്തിന്റെ ഒടുവിലത്തെ ഇര മാത്രമാകാം. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൂട്ടായ വഞ്ചനയിലൂടെ നടന്ന ഈ കൊള്ള കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി മാറും.
റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന 2 കിലോ സ്വർണം കണ്ടെടുക്കാനുള്ള അന്വേഷണവും പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റും പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ മൊഴികളുമായിരിക്കും കേസിന്റെ ഭാവി നിർണ്ണയിക്കുക. പോറ്റി മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ കുടുക്കിയ സ്രാവുകൾ നിയമത്തിന് മുന്നിൽ വരുമോ എന്നും ക്ഷേത്രഭരണത്തിന്റെ പവിത്രതയും വിശ്വസ്തതയും തിരികെ സ്ഥാപിക്കാൻ സാധിക്കുമോ എന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം. ഈ കേസിന്റെ അന്തിമ വിധി ഉന്നത സ്ഥാനീയർക്ക് നിയമത്തിന് മുന്നിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന ഒരു നാഴികക്കല്ലായി മാറിയേക്കാം.